ഇ.ഡി. മേധാവി മടങ്ങി, വീണയുടെ ഭൂമി പോകും. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദക്ഷിണ മേഖലയുടെ ചുമതലയുള്ള അദ്വൈത ആനന്ദിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ സോണൽ ഓഫീസിൽ വെച്ച് യോഗം ചേർന്നിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട അജണ്ടയാണ് ആ യോഗത്തിലുണ്ടായിരുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് ഇടപാടിലെ ആ ഒരു കേസ്. രണ്ടാമത്, അവയവ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ്. ഇതിന്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സംബന്ധിച്ചായിരുന്നു ആ യോഗം. ആ യോഗം കഴിഞ്ഞു, ഇ.ഡി. മേധാവി മടങ്ങി. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം കണ്ണൂരിലുള്ള വീണയുടെ 80 സെന്റ് വസ്തു അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കം ഇ.ഡി. ആരംഭിച്ചു എന്നാണ്. ഉടൻ തന്നെ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക്, പ്രായോഗിക നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും ആ ഒരു യോഗം നിർണായകമായിരുന്നു. വീണയെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളും നിർണായകമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിർണായകമാണെന്നൊക്കെ പറയാറുണ്ട്. വീണയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, കണ്ടുകെട്ടാൻ പോകുന്നു, ഇതൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് ഇ.ഡി. കടക്കുന്നില്ല എന്നുള്ളത് ഒരു സംശയാസ്പദമായ കാര്യമായി അവിടെ നിൽക്കുന്നുണ്ട്. വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു, പക്ഷേ അറസ്റ്റ് ഉണ്ടാകുന്നില്ല. ഇങ്ങനെ നിരന്തരമായി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വീണയെ വീണ്ടും സമൻസ് അയച്ച് വരുത്താൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് വീണയുടെ 80 സെന്റ് വസ്തുവാണ് അവിടെ ഉള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഈ മാസം 8-ാം തീയതി കണ്ണൂരിലെ പിണറായി പാതിയാട് വില്ലേജ് ഓഫീസുകളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തി ആ ഭൂമിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. ആ വിശദാംശങ്ങളും അതേപോലെ തന്നെ SFIയുടെ കയ്യിലുള്ള 134 രേഖകളുടെ കോപ്പി, CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ ബന്ധുക്കളുടെ മൊഴികൾ, ഒപ്പം CMRLലെ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ, ഇതെല്ലാം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ഒരു രേഖകൾ വെച്ചുകൊണ്ട് ആയിരിക്കും ഇനിയുള്ള വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ. മാത്രമല്ല, ഇതിനു മുൻപ് തിരുവനന്തപുരത്തെ MG റോഡുള്ള HDFC ബാങ്കിലെ 1.5 ലക്ഷം രൂപയുടെ അക്കൗണ്ടും ഇ.ഡി. മരവിപ്പിച്ചിരുന്നു. മാത്രമല്ല, HDFC ബാങ്കിലെ ലോക്കറിൽ വീണയുടെ എന്തെങ്കിലും സ്വത്തുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചെങ്കിലും ലോക്കറിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഈ ഒരു അക്കൗണ്ട് ഇ.ഡി. മരവിപ്പിച്ചു. അതിനുശേഷമാണ് കണ്ണൂരിലെ 80 സെന്റ് വസ്തു അടക്കമുള്ള വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് ഇ.ഡി. നീങ്ങാൻ പോകുന്നത്. അതിന്റെ പ്രായോഗികമായിട്ടുള്ള നടപടികളിലേക്കാണ് ഇ.ഡി. നീങ്ങാൻ പോകുന്നത്. കാരണം അത്രയ്ക്കും നിർണായകമായ യോഗമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് പോകും. രണ്ടാമതായി ഇ.ഡി. എടുക്കാൻ പോകുന്ന ഒരു നടപടി എന്ന് പറയുന്നത് വീണയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, 2019 CMRLന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നത്. അന്നാണ് ഈ 130 കോടി രൂപയുടെ വ്യാജ ചെലവ് കണ്ടെത്തുന്നത്. അതിലെ 2,78,00,000 രൂപയാണല്ലോ CMRL ഈ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് സേവനം എന്ന പേരിൽ കൊടുത്തത്. അതിന്റെ കൃത്യമായ കണക്കുകളാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇ.ഡി. വ്യക്തത വരുത്താൻ പോകുന്നത്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഒരു ഘട്ടത്തിലും വീണയ്ക്ക് ഈ 2,78,00,000 രൂപയുടെ എന്താണ് സേവനം എന്നുള്ള കാര്യത്തിൽ വീണയ്ക്ക് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. തുടർന്നാണ് ഈ വസ്തുവകകളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം നീണ്ടതും. ഈ മാസം 8-ാം തീയതി പിണറായിയിലെ 2 സ്ഥലങ്ങളിൽ പോയി വസ്തുവിന്റെ വിശദാംശങ്ങൾ ഇ.ഡി. ശേഖരിച്ചതും വില്ലേജ് ഓഫീസുകളിൽ പോയി അതിന്റെ പകർപ്പൊക്കെ എടുക്കുകയും ചെയ്തു. അതിന്റെ ആധാരത്തിന്റെ പകർപ്പൊക്കെ എടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇ.ഡിയുടെ മുന്നിലുള്ള ഒരു നടപടി എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു നടപടിയാണെന്നാണ് പുറത്തു വരുന്ന വിവരം. ആ വസ്തുക്കൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ് ഇ.ഡിയുടെ മുന്നിലുള്ള ഒരു നടപടി. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വീണയെ വീണ്ടും സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നത്. അതിൻ്റെ ഡേറ്റ് അറിയില്ലാമെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത തവണ വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ അവരുടെ മുന്നിൽ വരുന്നത് കൂടുതൽ തെളിവുകളാണ്. ഈ വസ്തുവിൻ്റെ വിശദാംശങ്ങൾ വീണയ്ക്ക് പറയേണ്ടി വരും. എന്താണ് അതിൻ്റെ ആസ്തി എന്നുള്ള കാര്യം പറയേണ്ടി വരും. 2,78,00,000 രൂപയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വീണ പല മൊഴികളാണ് ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുള്ളത്. SFIക്ക് കൊടുത്തിട്ടുള്ള മൊഴി അതിൽ നിന്ന് വിരുദ്ധമാണ്. ഇ.ഡിക്ക് നൽകിയിട്ടുള്ള മൊഴി അതിൽ നിന്ന് വിരുദ്ധമാണ്.
അപ്പോൾ ഈ മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യം എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് വീണ വ്യക്തത വരുത്തേണ്ടി വരും. അത് നേരത്തെ തന്നെ ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത് വീണ. പക്ഷേ അവിടെ വീണയ്ക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. താൻ നൽകിയത് നേരിട്ടുള്ള സേവനമാണ് എന്ന ഒരു നിലപാടാണ് EDയുടെ മുന്നിൽ വീണ ആവർത്തിക്കുന്നത്. പക്ഷേ ഇത്തവണ വീണയെ ചോദ്യം ചെയ്യാൻ വരുമ്പോഴേക്കും മറ്റ് നിരവധി കാര്യങ്ങളുടെ തെളിവുകൾ ഇപ്പോൾ EDയുടെ പക്കലുണ്ട്. ഈ വസ്തുവിൻ്റെ അടക്കമുള്ള തെളിവുകളുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യുമ്പോൾ വീണ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയും അങ്ങനെ കൂടുതൽ വീണയ്ക്ക് മുന്നിൽ നിയമപരമായിട്ടുള്ള കുരുക്കുകൾ മുറുകുകയും ചെയ്യും. അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ED നടത്തുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.